ഷാനൂട്ടിയുടെ ആദ്യത്തെ ബസ് യാത്രയാണിത്. ആൾ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ പറശ്ശിനിയിൽ അമ്മയുടെ വീട്ടിൽ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെക്കേഷൻ ആയതുകൊണ്ട് മാമയും പിള്ളേരും എല്ലാം മാമീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാനിക്കുട്ടിക്ക് ആടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, ബ്ലാക്കി. ഷാനിക്കുട്ടിക്ക് പിന്നെ നായ്ക്കുട്ടീനെയും പൂച്ചക്കുട്ടീനെയും എല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ആൾ ഇടയ്ക്കിടയ്ക്ക് പോയി ബ്ലാക്കി എന്നാ ചെയ്യുന്നേ പറഞ്ഞിട്ട് ആ കൂടിൻ്റെ അടുത്തുനിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഇവിടെ മുമ്പ് ഒരുപാട് കരിമ്പുണ്ടായിന്. ചെറുതിൽ ഞാനൊക്കെ വന്നിട്ട് എപ്പോഴും ഇവിടെ നിന്ന് കൊത്തിയിട്ട് നല്ലവണ്ണം തിന്നുന്നതാണ്. ഷാനുട്ടിക്കും കരിമ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കരിമ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവുന്നേ. ഇവിടെ ആടിയുണ്ട് കരിമ്പ്, നമ്മ കാണിച്ചു തരാം. അതല്ലേ കുറച്ചുണ്ട്. അപ്പോൾ കുറച്ച് കരിമ്പുണ്ട് ഇടാം. അത് നമുക്ക് ഒരു കത്തി എടുത്തിട്ട് വന്നിട്ട് കൊത്തണം. നല്ല കാറ്റുണ്ട്. അങ്ങ് ദൂരെ വരെ വയലാണ്. അങ്ങ് കണ്ണെത്താ ദൂരത്തോളം വയൽ കാണാം നമുക്ക്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ് കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കരിമ്പ് കൊത്താൻ ഒരാൾ വരുന്നുണ്ട്. ഇനി അമ്മമ്മ കൊത്ത. ചാനോട്ടിക്ക് കുഞ്ഞ് കഷ്ണാക്കി കൊടുത്തിട്ടുണ്ട് വായിലിടാൻ വേണ്ടിയിട്ട്. മധുരമുണ്ടാ? കുറേ കരിമ്പെല്ലാം തിന്ന് കഴിഞ്ഞതിന് ശേഷം ആൾ കുറച്ച് ഉഷാറായി. പിന്നെ അമ്മമ്മ കുറച്ച് നെല്ല് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിന്. ആ നെല്ലിനെ കൊണ്ടെല്ലാം കുറേ സമയം കളിച്ചു. വെയിലെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ സാനിക്കുട്ടീനെയും കൂട്ടിയിട്ട് കനാലിൻ്റെ മേലേ നടക്കാനിറങ്ങി. കുറച്ച് സമയം ഇങ്ങനെ നടന്നു. പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. കാരണം സാനിക്കുട്ടിക്ക് ഇതിൻ്റെ മേലെ നിൽക്കാൻ വേണ്ടിയിട്ട് പേടിയുണ്ടായിന്. പിന്നെ സാനൂട്ടിനെയും കൂട്ടിയിട്ട് പുഴ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇത് പറശ്ശിനി പുഴയാണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് വെള്ളവും പുഴയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തെല്ലോ കഥ പറയുന്നുണ്ടായിരുന്നു. ഞാനും മാമനും ഷാനൂട്ടിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായത്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വിളിച്ചപ്പോൾ വരാൻ ഭയങ്കര പ്രശ്നമാക്കി. തിരിച്ച് വരുന്നേ ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് പോവണ്ട പറഞ്ഞിട്ട് അവസാനം എന്തെല്ലോ പറഞ്ഞ് സോപ്പിട്ടിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞ പാടന്നെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നു. ഷാനൂട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം.